പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മിഷൻ 60 ഈ 32ാം ദിനവും ഞങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രധാന കാരണം എന്താണെന്ന് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മൂന്നാം ഊഴവും ഉറപ്പിച്ച് നമുക്കറിയാം LDF എത്ര ശക്തമായ പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നിങ്ങൾ നിരീക്ഷിക്കുക. കഴിഞ്ഞ 9.5 കൊല്ലം പിണറായി ഭരണത്തിൽ ശ്വാസം മുട്ടിയ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പോലും ഇപ്പോഴും ചിന്തിക്കുന്നു, ഈ കോൺഗ്രസ്സുകാരന്മാരെക്കാൾ എന്തുകൊണ്ടും ഭേദം പിണറായി വിജയനാണ്. കാരണം പിണറായി വിജയന്റെ സൗണ്ട് മാത്രമേ ഇതിൽ കേൾക്കുവാനുള്ളൂ. വേറൊരു എതിർസ്വരമോ മറ്റൊരു പാഴ്സ്വരമോ ഇവിടെ കേൾക്കുവാനില്ല. ഒരു തികഞ്ഞ ഏകാധിപതിയെ പോലെ പിണറായി ഭരിക്കുന്നു എങ്കിലും അവർ അതിൽ മനമെടുത്തുവെങ്കിലും കമ്പയർ ചെയ്യുമ്പോൾ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ തമ്മിലടിയും തൊഴുത്തിൽ കുത്തും കാണുമ്പോൾ അവർ പോലും ചിന്തിക്കുന്നു ഇതിലും ഭേദം പിണറായി വിജയൻ തന്നെയാണ് എന്ന്. ഇവന്മാരെ കയറ്റിയാൽ 5 ദിവസം പോലും തമ്മിലടിക്കാതെ ഇവർക്ക് മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല എന്ന് ആ യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയുന്നു. കാരണം ഇവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ നോക്കുക. ഇടതുപക്ഷം എത്ര ആസൂത്രിതമായിട്ടാണ് ആ ഒരു മൂന്നാം ഊഴത്തിനു വേണ്ടി അവർ പരിശ്രമിക്കുന്നത് എന്ന്. ഏതാണ്ട് സകല പ്രതീക്ഷകളും കൈവിട്ട് UDF ഇവന്മാർ വീട്ടിൽ കിടന്ന് വെറുതെ ഉറങ്ങിയാൽ പോലും ഒരു 100-110 സീറ്റ് മേടിച്ച് ജയിക്കുവാൻ പറ്റാവുന്ന ഒരു അവസരമായിരുന്നു കഴിഞ്ഞ 43 ദിവസം മുമ്പ് വരെ കേരളത്തിൽ ഉണ്ടായിരുന്നത്. അത്രത്തോളം ശക്തമായ ഒരു ആന്റി ഇൻക്യുമൻസി ഫാക്ടർ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യവുമായിരുന്നു. എന്നാൽ രാഹുൽ മാങ്കുട്ടം എന്ന ആ യുവ നേതാവിനെ ഇവന്മാർ ഗുരുതിക്കിട്ടുകൊടുത്ത് ഈ കേക്കച്ചൻ എന്ന് പറഞ്ഞ നാണം കെട്ടവൻ ഈ രാഹുൽ മാങ്കുട്ടത്തിൽ നാളെ തനിക്കൊരു പാരയാകുമെന്ന് കണ്ട് അയാൾക്കെതിരെ ചില പ്രവർത്തനങ്ങൾ നടത്തി എന്ന് സംശയിച്ച് രാഹുലിന്റെ കൂടെ ചാരന്മാരായ കട്ടപ്പന്മാരെ വിട്ട് അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള നാണം കെട്ട കഥകൾ ആസൂത്രണം ചെയ്ത് അത് മുട്ടൽ മരമുറി കൊള്ളക്കാരന്മാർക്ക് ഇട്ടുകൊടുക്കുകയും അവരുമായി പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും തനിക്ക് അടുത്ത UDF മന്ത്രിസഭ വന്നാൽ മുഖ്യമന്ത്രി കസേര കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ഇദ്ദേഹം പിണറായി വിജയനുമായി ചേർന്ന് ഒരു പദ്ധതി ഉണ്ടാക്കി. ആ പദ്ധതിയുടെ ആദ്യ ഭാഗമായിരുന്നു രാഹുൽ മാങ്കുട്ടത്തിനെ ലക്ഷ്യം വെച്ച് നടത്തിയത്. ഈ 43 ദിവസം ഈ വിഷയം ഇപ്പോഴും സജീവമായി കത്തിച്ചു നിർത്തുന്നതിൽ അവർ വിജയിച്ചു. കേക്കച്ചനെ സംബന്ധിച്ചിടത്തോളം ഉള്ളാലെ അയാൾ ചിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ 43 ദിവസം കൊണ്ട് ഈ ഒരൊറ്റ വിഷയം കൊണ്ടാണ് ഈ 9.5 കൊല്ലത്തെ പിണറായി സർക്കാരിനെതിരെയുള്ള ആ കടുത്ത ആന്റി ഇൻക്യുമൻസി ഫാക്ടർ അലിയിച്ച് കളഞ്ഞത്. അതുകൊണ്ടാണ് ഈ വിഷയം ഗുണവും മണവും നഷ്ടപ്പെട്ടു, അത് ഏറ്റെടുക്കുവാൻ പോലും ആളില്ല എന്ന് മനസ്സിലാക്കിയിരിക്കെയാണ് ഇയാളുടെ നാറിയ നിലപാട് എന്നും പറഞ്ഞ് ഈ വിഷയത്തിൽ ഇപ്പോഴും കടുംപിടുത്തവുമായി മുന്നോട്ട് പോകുന്നത്. ഈ കടുംപിടുത്തവുമായി മുന്നോട്ട് പോയാൽ ഇവർക്കറിയാം, വീണ്ടും 2-3 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2-3 ആഴ്ചകൾ കഴിയുമ്പോൾ ഈ റിപ്പോർട്ടർ ചാനലിലൂടെ തന്നെ ഇവന്മാർ വീണ്ടും ഇതുപോലെ കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലാ സെക്രട്ടറി വാലും തലയുമില്ലാതെ ഷാഫിക്കെതിരെ ചില അപവാദ കഥകൾ വിളിച്ചു പറയുകയുണ്ടായി. അത് വാർത്തയായി. ഏതാണ്ട് 3-4 ദിവസങ്ങൾ മാധ്യമങ്ങൾ അത് ആഘോഷിച്ചു. അവർക്കത് മതി. ഇതുപോലെ ഓരോ ആഴ്ചകളിലും ഓരോരോ യുവ നേതാക്കന്മാർക്കെതിരെ ഇത്തരത്തിലുള്ള നാണംകെട്ട പെണ്ണ് വിഷയങ്ങൾ ഇവന്മാർ വിളിച്ചു പറയുമ്പോൾ ഇത് ഇവന്മാരുടെ സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ജനങ്ങൾ തീരുമാനിക്കും, ചിന്തിക്കും, എടാ ഇതിനകത്ത് മൊത്തവും ഇതുപോലുള്ള ആഭാസന്മാരാണോ? ഇവന്മാരെക്കായാലും എന്തുകൊണ്ടും ഭേദം LDF ആണ് എന്ന ഒരു തോന്നലുണ്ടാക്കുവാനുള്ള ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്തതിൻ്റെ എക്സിക്യൂഷനാണ് ഈ കേക്കച്ചൻ നടത്തുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ചെയ്യുന്നത് തെറ്റാണ്, ചെയ്യുന്നത് നടപടി ശരിയല്ല എന്ന് മനസ്സിലാക്കി തന്നെയാണ് കേക്കച്ചൻ ഇപ്രകാരം അമിതാവേശം കൊണ്ട് ഇപ്രകാരം ഒരു നടപടി സ്വീകരിച്ചത്. എന്നാൽ അത് ഓരോ ദിവസവും പാളി ഒന്നുമല്ലാതായി പോകുന്ന കാഴ്ചകൾ കണ്ടിട്ടും എന്നാൽ അതിനകത്തൊരു പുനർചിന്തനം നടത്തി ഇദ്ദേഹം പറയുകയാണ്, ഇത് ഈ പ്രസ്ഥാനത്തെ തകർക്കുവാൻ, ഞങ്ങളുടെ യുവനേതാക്കന്മാരെ തകർക്കുവാൻ വേണ്ടി ആസൂത്രണം ചെയ്ത വെറും ഒരു ആരോപണ ബോംബായിരുന്നു. അതിനെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളഞ്ഞ് രാഹുലിനെ ഞങ്ങൾ ആ പഴയ പദവിയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സന്ദേശമായിരുന്നു നൽകുന്നത്. അതായിരുന്നു ഇദ്ദേഹം ചെയ്യുകയും ചെയ്യേണ്ടിയിരുന്നത്. ഇയാൾ മാപ്പൊന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ഒരു പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ഒരു ലീഡറായിരുന്നു ഇദ്ദേഹം എങ്കിൽ ഇദ്ദേഹത്തിന് ചെയ്യുവാൻ പറ്റുന്ന ഏക ഒരു സിമ്പിൾ കാര്യം എന്ന് പറയുന്നത്
ഇതുമായിട്ട് ബന്ധപ്പെട്ട നേതാക്കന്മാരോട് കാര്യങ്ങൾ പറയുന്നു. അവരെല്ലാം മിണ്ടാതിരിക്കുന്നതിന് മറ്റൊരു കാരണം കൂടുണ്ട്. ഈ നാറിയ പ്രസ്ഥാനത്തിൽ ഒരുത്തനും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കാണാൻ പറ്റത്തില്ല. ഈ ഒരു പ്രസ്ഥാനത്തിൽ ഈ നിലപാടുമായി മുന്നോട്ട് പോകുന്ന ഈ കേക്കച്ചനെ സകലരും വെറുക്കും. ഇവനെ അറിഞ്ഞ ആൾക്കാർ തോൽപ്പിക്കും. ഓരോ ദിവസം കഴിയും തോറും ഇയാൾ അനുഭവിതനാകുന്നു എന്ന് മനസ്സിലാക്കിയാണ് അവർ മിണ്ടാതിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കേക്കച്ചൻ എന്ന് പറയുന്നവൻ ഇല്ലാതാകണം. അതിന് ഇവൻ ഈ നിലപാടിൽ മുറുക്കപ്പിടിച്ച് നിന്നാൽ അവൻ സ്വയം ഇല്ലാതായിക്കോളും. അതുകൊണ്ടാണ് കോൺഗ്രസിലെ മറ്റ് നേതാക്കന്മാർ ഈ വിഷയത്തിൽ ഇതുവരെ ഒന്നും പ്രതികരിക്കാത്തത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ കേക്കച്ചൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അയാൾ പിണറായിയുമായി ഡീലുണ്ടാക്കി. ആ ഡീല് പ്രകാരം ഈ പ്രസ്ഥാനം തോൽക്കേണ്ടുന്നത് ആവശ്യമാണ്. അതുകൊണ്ട് എത്രയും ദിവസം ഈ വിഷയത്തെ ഇതുപോലെ വലിച്ചു നീട്ടി കൊണ്ടുപോകാൻ പറ്റുമോ അത് ഇവരുടെ വിജയമാണ്. അതിനനുസരിച്ചുള്ള പ്രതിഫലം ഇയാൾക്ക് കിട്ടുകയും ചെയ്യും. അപ്രകാരം കോൺഗ്രസ് വീണ്ടും പരാജയപ്പെട്ടാൽ ഇയാൾക്ക് വീണ്ടും പ്രതിപക്ഷ നേതാവ് എന്ന പദവിയിൽ വീണ്ടും ഒരു 5 കൊല്ലം സുഖമായിട്ട് വാഴാം. പിണറായിയുടെ സകല കള്ളക്കമ്മട്ടങ്ങൾക്കും കുടപിടിച്ച് അതിൻ്റെ കമ്മീഷനും പറ്റി സുഖമായി ഒരു 5 കൊല്ലം കൂടി പോകാം എന്നാണ് ഇയാളുടെ പ്ലാൻ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട ജനങ്ങളെ, നാറുകളെ വീട്ടിൽ കയറ്റില്ല എന്ന ക്യാമ്പയിൻ നമ്മൾ ആരംഭിക്കണം എന്ന് ഞങ്ങൾ പറയുന്നത്. നാറുകളെ വീട്ടിൽ കയറ്റില്ല. ഇയാളുടെ കഴിഞ്ഞ 42 ദിവസങ്ങളായി ഞങ്ങൾ ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സത്യം. ഈ യാഥാർത്ഥ്യം ഇപ്പോൾ സത്യമാണെന്ന് തെളിഞ്ഞിട്ടും ഇതിനെതിരെ നടപടിയെടുക്കാതെ ഈ നിലപാടുമായി മുന്നോട്ട് പോകുന്ന ഈ നിലപാടില്ലാത്ത ഈ നാണം കെട്ടവന്മാരെ, ഈ നാറുകളെ വീട്ടിൽ കയറ്റില്ല എന്ന ക്യാമ്പയിൻ തുടങ്ങേണ്ടുന്ന സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഇവന്മാരുടെ പ്രവർത്തനങ്ങൾക്ക് യാതൊരുവിധ സാമ്പത്തിക സഹായവും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഒരു സാധാരണ പൗരൻ എന്ന നിലയ്ക്ക്, ഈ നാട്ടിലെ സാധാരണ ഒരു വോട്ടർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ചെയ്യുവാൻ പറ്റാവുന്ന ഏറ്റവും സിമ്പിളായ, ഓരോരുത്തർക്കും ഒരു കാശ് മുടക്കവുമില്ലാതെ വലിയ എഫേർട്ട് ഇല്ലാതെ ചെയ്യാൻ പറ്റാവുന്ന രണ്ട് കാര്യം എന്ന് പറയുന്നത് ഇവന്മാരെ വീട്ടിൽ കയറ്റാതിരിക്കുക, ഇവന്മാർക്ക് പണം കൊടുക്കാതിരിക്കുക. ഉറക്കെ നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞത് ഒരു 5000 മുതൽ 10000 വരെ ആളുകളുടെ കണക്ടിവിറ്റി നിങ്ങൾക്ക് കാണും. അതിനായി നിങ്ങളുടെ സോഷ്യൽ മീഡിയകൾ, നിങ്ങളുടെ ഫേസ്ബുക്ക്, നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഇവയെല്ലാം നന്നായി ഉപയോഗിക്കുക. ഈ സന്ദേശങ്ങൾ ഞങ്ങൾ അറിയിക്കുന്ന ഈ സന്ദേശങ്ങൾ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് പങ്കുവയ്ക്കുക. ഇതിനൊന്നും നിങ്ങൾക്ക് വലിയ മുടക്കോ വലിയ ദേഹാധ്വാനമോ വലിയ സമയമോ ഒന്നും വേണ്ട. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഒരു ബട്ടൺ അമർത്തി ഷെയർ ചെയ്യുക എന്ന ഒരൊറ്റ പണി മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. കാരണം ഈ സത്യം ജനങ്ങൾ തിരിച്ചറിയണം. ഇത്രയും നാറിയ ഒരു രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. മറിയം റഷീദ മുതൽ ഇങ്ങിവിടെ ഈ ലാസ്റ്റ് കേക്കച്ചൻ്റെ വാത്സല്യ പുത്രി വരെയുള്ള ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഈ നാറിയ കഥകൾ പറഞ്ഞ് പതിറ്റാണ്ടുകളായി കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിലുള്ള അവതാരങ്ങളെ ഇറക്കി കുളം കലക്കി മീൻ പിടിക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതുകൊണ്ട് അതിന് അവസരം ഒരുക്കി കൊടുത്ത അത് ചെയ്തവരെയല്ല നമ്മൾ പിടിക്കേണ്ടത്. ഈ അവസരത്തിൽ രാഷ്ട്രീയമാണ്. ഇത്തരം സകല നാറിയ കഥകളും കളികളും ഇവന്മാർ കളിക്കും. പക്ഷേ അതിന് വശംവദരായി സ്വന്തം പാർട്ടിയെ തന്നെ അതിന് വിട്ടുകൊടുത്ത, പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് തന്നെ ഇരുന്നുകൊണ്ട് ഇമാതിരി നാരിത്തരം ചെയ്യുന്ന, കുതികാലി വെട്ടിത്തരം കാണിക്കുന്ന ഈ നേതാവിനെ ഇവന്മാർക്ക് വീണ്ടും നിയമസഭ കയറുവാനുള്ള അവസരം നിങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത്. അതുകൊണ്ട് ഈ ഒരു ക്യാമ്പയിൻ നമ്മൾ ഇന്നു മുതൽ ശക്തമായി നമ്മൾ ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നു മുതൽ ശക്തമായി നിങ്ങൾ ഈ നിലപാടെടുക്കുക. നാറുകളെ വീട്ടിൽ കയറ്റാതിരിക്കുക. 5 പൈസ തെരഞ്ഞെടുപ്പ് ഫണ്ടായി കൊടുക്കാതിരിക്കുക. i2a ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൽ ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുകയാണ്. നിങ്ങൾക്കറിയാം, മിഷൻ 60യുടെ 32ാം ദിനമാണിന്ന്. ഈ 32 ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും മിഷൻ 210 എന്ന ഈ ഒറ്റയൊരുത്തനും നിയമസഭയിൽ കയറില്ല എന്ന ലക്ഷ്യം വെച്ചുള്ള നമ്മുടെ ക്യാമ്പയിൻ നമ്മൾ ആരംഭിക്കുന്നതാണ്. ഈ ദിവസത്തിനുള്ളിൽ 60 ദിവസത്തിനുള്ളിൽ രാഹുലിനെ എതിരെ എടുത്ത നടപടികൾ ഇവർ പിൻവലിച്ച് അദ്ദേഹത്തെ ചേർത്ത് നിർത്തി, ഈ യുവ നേതാക്കന്മാരെ ചേർത്ത് നിർത്തി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ വീണ്ടും ഇത്തരത്തിലുള്ള കുതികാലുവെട്ട് പരിപാടിയുമായാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇവന്മാർക്കെതിരെയുള്ള ശക്തമായ ക്യാമ്പയിൻ നമ്മൾ തുടരും. i2a News, an eye for truth. i2a News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.